ഭക്തിയും വിഭക്തിയും കേരളത്തിൽ. നമസ്കാരം സഹോദരങ്ങളെ, ഞാൻ അബ്ദുള്ള. ഇന്ന് ഒക്ടോബർ 20, 2025. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങളിലെയും ഭക്തിയെയും വിഭക്തിയെയും കുറിച്ച് അതാത് സന്ദർഭങ്ങളിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആധുനിക കേരളത്തിലെ ചർച്ചാ വിഷയമായ ശബരിമലയെക്കുറിച്ച്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛന് നറുക്കെടുപ്പ് വീണിട്ടുണ്ട്, ഇനി എത്ര കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് നറുക്കെടുപ്പ് എന്ന്? അപ്പോൾ അവർ പറഞ്ഞു, ശബരിമല മേൽശാന്തിയായിട്ട് അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, ഇനി എത്ര ലക്ഷം കൊടുക്കേണ്ടി വരും എന്ന് അറിയില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നറുക്കെടുപ്പിൽ വന്നല്ലേ പിന്നെയും പിന്നെയും പൈസ കൊടുക്കണമെന്ന് വെച്ചാൽ, അത് പറച്ചിലല്ലേ, പൈസ കൊടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും ജ്യേഷ്ഠന്മാരൊക്കെ പൂജാരിമാരാണ്. അവർ ഗുരുവായൂർ അമ്പലത്തിലെയും ശബരിമല അമ്പലത്തിലെയും നറുക്കെടുപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവർ പൂജാരിമാരാവാറുമുണ്ട്. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനത്തിന് കൈക്കൂലി കൊടുക്കണം എന്നുള്ളതുപോലെ ദേവസ്വം ഓഫീസുകളിലും അമ്പലങ്ങളിലൊക്കെ ജോലിക്ക് കൈക്കൂലി കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മേൽശാന്തിയായിട്ട് നറുക്കെടുപ്പ് വരുന്ന ആളുകളും കൈക്കൂലി കൊടുക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു പുതിയ അറിവായിരുന്നു. എങ്കിലും നമ്മുടെ അന്വേഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഒരു കൊല്ലം മേൽശാന്തിയായിട്ട് ഇരുന്നാൽ ലക്ഷങ്ങളല്ല കോടികളാണ് വരുന്നത്. ആ വരുമാനത്തിൽ നിന്ന് ലക്ഷങ്ങൾ മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുത്താൽ യാതൊരു നഷ്ടവും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലം വളർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഇടുന്ന മുട്ട അയാൾക്ക് തന്നെയാണ്. അപ്പോൾ അതിന് ഒരാഴ്ചത്തെ മുട്ട നമുക്ക് തരണം കേട്ടോ എന്ന് പറയുന്ന പോലെയുള്ളൂ ഇത്തരം അവസ്ഥ എന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ മേൽശാന്തി എന്ന് പറഞ്ഞാൽ ആത്മീയത നിറഞ്ഞതല്ലേ, ഭക്തിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആത്മീയത 3 തരമുണ്ട്. ഒന്ന്, കടുത്ത ആത്മീയതയിൽ നടക്കുന്ന ആളുകൾ. മറ്റൊന്ന്, മനസ്സിൽ കാപട്യം വെച്ചുകൊണ്ട് പുറത്തേക്ക് ആത്മീയത കാണിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ ആത്മീയതയുണ്ടാവും, മനസ്സിലുണ്ട്, പക്ഷേ ചില നേരത്ത് ആത്മീയത പണയം വെച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ. അത്തരം ആളുകളുടെ കൂട്ടത്തിലേ ഇത്തരം ആളുകളെ നമുക്ക് പെടുത്താൻ സാധിക്കുകയുള്ളൂ. അമ്പലങ്ങളിലെയും പള്ളികളിലെയും ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിക്കുകയും പണം കൊണ്ടുവരുന്ന ആളുകളെ കേട്ടിട്ടുണ്ട്, കള്ളന്മാർ. ഇത് ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത് കളവല്ല, കൊള്ളയാണ്. 40 കിലോ തങ്കം കൊണ്ടുപോയിട്ട് 36 കിലോ ചെമ്പ് കൊണ്ടുവന്നിട്ട് ബാക്കി 4 കിലോ സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ 40 കിലോ തങ്കം തന്നെയാണ് നഷ്ടപ്പെട്ടത്. ഇനി വ്യക്തിപരമായ അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു ദേവസ്വത്തിൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം 1-2 വർഷക്കാലം ദേവസ്വത്തിൻ്റെ ഓഫീസ് കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ദേവസ്വത്തിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ഗവൺമെൻറ് ഓഫീസിൽ നടക്കുന്നതിനേക്കാൾ അധാർമികതയാണ് നടക്കുന്നത്. പക്ഷേ എല്ലാം ഭക്തിയുടെ നിഴലായതുകൊണ്ട് നമ്മളത് മിണ്ടാതെ നിൽക്കാറില്ല എന്ന് മാത്രം. ഒരിക്കൽ ഒരാൾ എൻ്റെ കയ്യിൽ ഒരു ചാക്ക് തന്നിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിൽ പോയാൽ 2 ചാക്ക് നെല്ല് കിട്ടും, ആ നെല്ല് മേടിച്ചു കൊണ്ടിട്ട് ദേവസ്വത്തിലെ ഇന്ന ആളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ നെല്ല് മേടിക്കാനായിട്ട് ഈ ചാക്ക് കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നെല്ല് അളന്നുകൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ആരാടോ ദേവസ്വത്തിൽ നെല്ല് കൈക്കൂലി മേടിക്കുന്ന ആൾ എന്ന്. ഈ നെല്ല് കൈക്കൂലി മേടിച്ച ആൾ പ്രത്യക്ഷത്തിൽ ഭയങ്കര ഭക്തനാണ്. കാരണം വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും കാലത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ അമ്പലത്തിൽ കയറി നെറ്റിയിൽ വലിയ കുറിയൊക്കെ വരച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ ദേവസ്വം ഓഫീസിൽ ഇരുന്നിട്ട് അന്ന് നെറ്റിമ കുറിയില്ലാത്ത ആളുകളെ മുഴുവൻ വിമർശിക്കുന്ന ഭക്തി അല്ലെങ്കിൽ വിഭക്തി. ഏതായാലും എന്നോട് നെല്ല് മേടിച്ച് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ വ്യക്തിയും നെല്ല് അളന്നു തന്ന വ്യക്തിയും നെല്ല് മേടിച്ചു വെച്ച വ്യക്തിയും 3 പേരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.